മലയോര ഹൈവേയുടെ ഭാഗമായി ഇടുക്കി എലക്കൽ മുല്ലക്കാനം റോഡ് നിർമ്മാണ പ്രതിസന്ധി പരിഹരിക്കാൻ വേണ്ട ഇടപെടൽ സംസ്ഥാന സർക്കാരും എംഎൽഎയും നടത്തിയിട്ടുണ്ടെന്ന സിപിഎം നേതൃത്വം. ഫണ്ട് അനുവദിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിർമ്മാണം പൂർത്തീകരിക്കാനും കഴിയുമെന്നും റോഡിന്റെ പേരിൽ നടത്തുന്ന സമരങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നിൽ കണ്ടാണെന്നും സിപിഎം രാജക്കാട് ഏരിയ സെക്രട്ടറി സുമാ സുരേന്ദ്രൻ പറഞ്ഞു. 39 കോടിയിലധികം രൂപ മുതൽ മുടക്കി മലയോര ഹൈവേയുടെ ഭാഗമായ നിർമ്മാണം നടത്തിവരുന്ന എല്ലക്കൽ മുല്ലക്കാനം റോഡ് നിർമ്മാണം വൈകുന്നതിൽ പ്രതിഷേധിച്ച് റോഡ് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം റോഡ് ഉപരോധമടക്കം സംഘടിപ്പിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് സിപിഐ നേതൃത്വം പ്രതികരണവുമായി രംഗത്തെത്തിയത്. റോഡ് നിർമ്മാണം വേഗത്തിൽ പൂർത്തീകരിക്കുന്നതിൽ കരാറുകാരന്റെ ഭാഗത്തു നിന്നും വലിയ വീഴ്ചയാണ് ഉണ്ടായത്. കരാറുകാരനെ നീക്കം ചെയ്യുന്നതിന് വേണ്ടി നോട്ടീസ് നൽകുകയും ചെയ്തു. എന്നാൽ റീടെൻഡർ നടത്തി വീണ്ടും നിർമ്മാണം ആരംഭിക്കാൻ താമസമുണ്ടാകുമെന്നതിനാൽ സർക്കാർ തലത്തിൽ ഇടപെടൽ നടത്തി നിലവിലുള്ള കരാറുകാരനെ കൊണ്ട് തന്നെ നിർമ്മാണം പൂർത്തീകരിക്കുന്നതിന് നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും സുമാ സുരേന്ദ്രൻ പറഞ്ഞു. ടെർമിനേറ്റ് ചെയ്ത് വീണ്ടും മറ്റൊരാളെ ടെൻഡർ കൊടുത്തുകൊണ്ട് ചെയ്യുന്ന ഒരു നടപടി വരുമ്പോൾ കോടതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്റ്റേ വരാൻ ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ അത്തരം നടപടി വേണ്ടാന്ന് വെച്ചുകൊണ്ട് വീണ്ടും ആ കരാറുകാരന് തന്നെ എടുത്തിരുന്ന കരാറുകാരന് തന്നെ പണി വേഗത്തിൽ ചെയ്തു തീർക്കുന്ന ഇടപെടൽ ആണ് ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. തുക അനുവദിക്കുകയും ടെൻഡർ നൽകുവാനും സാധിച്ചിട്ടുണ്ടെങ്കിൽ നിർമ്മാണം പൂർത്തീകരിക്കുമെന്നും നിയമസഭാ തിരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടാണ് ചില തൽപര കക്ഷികൾ റോഡ് ഉപരോധമടക്കം നടത്തി എംഎൽഎയും സർക്കാരിനെയും മോശമായി ചിത്രീകരിക്കാൻ ശ്രമം നടത്തിയെന്നും സുമാ സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.